ഈ ലോക്കപ്പ് മർദ്ദനങ്ങളും ടോർച്ചറിങ്ങും കൂടി വരുന്നു എന്ന് സുപ്രീം കോടതി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇത് പരിഹരിക്കാനും തടയപ്പെടാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 110 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയും ജില്ലാ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയും ഈ ആക്ട് പ്രകാരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് സമിതികളാണ്. ഒരു റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജും ഒരു റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജും ഒരു റിട്ടയർഡ് DGPയും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഹോം, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമും അതുപോലെ തന്നെ അഡീഷണൽ DGP പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും അങ്ങനെ 2 ഒഫീഷ്യൽ മെമ്പേഴ്സും 3 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും അടങ്ങുന്നതാണ് ഈ സമിതി. 2012 ഈ അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം ഈ 2025 ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരെ 5218 പരാതികൾ ലഭിക്കുകയും 5152 പരാതി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി ബാക്കിയുള്ളത് 66 കേസുകളാണ് ഇപ്പൊ പെൻഡിംഗ് ആയിട്ടുള്ളത്. 2014 671 കേസ്, 2015 645 കേസ്, 2016 626 കേസ്, 2017 808 കേസ്, 2018 435, 19 346, 20 334, 21 272, 2022 146, 2023 146, 2024 94 കേസ്, 2025 ഈ ഓഗസ്റ്റ് 15-ാം തീയതി വരെ 45 കേസുകൾ. ഈ കണക്ക് പ്രകാരം സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. വ്യാപകമായിട്ടുള്ള ഒരു പോലീസ് ലോക്കപ്പ് ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ ലോക്കപ്പ് ഡെപ്ത് ഉണ്ട് എന്നുള്ള ഒരു പരാതി ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ഒരു കംപ്ലയിന്റ് ഫയൽ ചെയ്ത് അത് എൻക്വയറി നടത്തി അത് ട്രൂ ആണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതോറിറ്റിക്ക് കൊടുക്കാവുന്ന റെക്കമെൻഡേഷൻ ഈ 2 രീതിയിലാണ്. ഒന്ന്, ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു FIR ഇട്ട് അന്വേഷണം നടത്തി കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യാം. മറ്റൊന്ന്, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിയോട് ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക. നമ്മളൊരു കോടതിയല്ല, നമ്മളൊരു ട്രിബ്യൂണൽ പോലുമല്ല. അപ്പൊ അതിന്റെ പരിധിയിൽ നിന്നിട്ടാണ് നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഒരു ശുപാർശ കൊടുത്തു, ആ ശുപാർശ നടപ്പാക്കിയില്ല എങ്കിൽ ഈ ആക്ട് പ്രകാരം അത് എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഈ അതോറിറ്റിക്ക് നൽകിയിട്ടില്ല. ഈ ഒരു അധികാരമില്ലെങ്കിൽ നമ്മൾ പാസ്സാക്കിയ ഒരു ഉത്തരവ് നടപ്പാക്കാത്തതിനെ കുറിച്ചോ നടപ്പാക്കിയതിനെ സംബന്ധിച്ചോ ഒരു റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നമുക്ക് എന്താണ് അതിന്റെ ബെനിഫിറ്റ്? ഫോഴ്സസ് ഉണ്ടല്ലോ, ആർമി, നേവി, എയർഫോഴ്സ്, അവർക്ക് കോർട്ട് മാർഷലിന് പറഞ്ഞിട്ട് ഒരു സെൻട്രൽ സംവിധാനമുണ്ട്. അങ്ങനെ ഒരു സംവിധാനമൊക്കെ ഇതിന്റെ അകത്ത് വരുന്നത് നന്നായി. ഈ സ്റ്റേറ്റിന്റെ ഡൊമൈനിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെന്താ പരിഹാരം? ആ പരിഹാരം എന്ന് പറയുന്നത് ഈ ആക്ടിലെ ആവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തുക എന്നുള്ളതാണ്. അത് ചെയ്യേണ്ടത് ഞങ്ങളാണോ?